നിങ്ങൾ ഉപയോഗിക്കുന്നത് 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഫോണാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫോൺ ഹാങ് ആവുന്നു, ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഫോൺ മെമ്മറി ഫുൾ എന്നുള്ള മെസ്സേജ് വരും, ഭയങ്കര ഹീറ്റിംഗ് ആയിരിക്കും. അതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് നമ്മൾ ഈ പറയുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ഫോൺ, അത് എത്ര പഴയ ഫോൺ ആയാലും ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ഫോൺ മെമ്മറി ഫുള്ളായിട്ട് ക്ലിയർ ആവും. ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. മുകളിൽ ഇവിടെ ആയിട്ട് 3 ഡോട്ട് ഉണ്ട്, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. താഴെ ഇവിടെ ആയിട്ടൊരു സെറ്റിംഗ്സ് ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്തേപോലെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കുക, സൈറ്റ് സെറ്റിംഗ്സ്. അത് നിങ്ങളൊന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. കണ്ടോ, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മേളിലായിട്ട് ആൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് നിലവിൽ നമ്മൾ ഗൂഗിൾ ക്രോം വഴി ഏതൊക്കെ സൈറ്റുകൾ കയറിയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തതും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിട്ടുള്ളതുമായ എല്ലാ ടെമ്പററി ഫയൽസും ഇതുപോലെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. നിങ്ങൾ ഒരുപാട് കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ 10 GB 20 GB വരെയൊക്കെ ഇതുണ്ടാവും. എൻ്റെ ഫോണിൽ 2 GB വരെ ടെമ്പററി ഫയൽസ് ഉണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് കണ്ടോ സേവ്ഡ് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ആ ഡേറ്റ ഫുള്ള് കാണാൻ കഴിയും. ഇവിടെ ഞാൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഫോണിൽ ഇത് കാണാത്തത്. നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഫുള്ള് ലിസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും താഴെ ഡിലീറ്റ് ആൾ എന്ന ഒരു ഓപ്ഷൻ വരും. ശ്രദ്ധിക്കുക, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡേറ്റ സേവ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ഡിലീറ്റ് ആൾ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇന്റേണൽ മെമ്മറി കിടക്കുന്ന ടെമ്പററി ഫയൽസ് എല്ലാം ഡിലീറ്റ് ആകുന്നതായിരിക്കും. ഇതുകൂടാതെ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾ ചെയ്യണം. വീണ്ടും ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. മുകളിലായിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ട്, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. ഹിസ്റ്ററി, നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത ഹിസ്റ്ററിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതുവരെ നമ്മൾ ഗൂഗിൾ ക്രോം വഴി സെർച്ച് ചെയ്ത ഹിസ്റ്ററിയുടെ ടെമ്പററി ഫയൽസ് എല്ലാം ഇവിടെ കാണാൻ കഴിയും. ഏറ്റവും മേലെ ഡിലീറ്റ് ആൾ ബ്രൗസിംഗ് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് റൈറ്റ് സൈഡിലായിട്ട് കണ്ടോ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ആൾ ടൈം എന്നാണ് ഇവിടെ കിടക്കുന്നത്. ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. നിങ്ങളുടെ ഫോണിൽ ചിലപ്പം ആൾ ടൈം അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് ആൾ ടൈം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത എല്ലാ ഡേറ്റാസും ഇവിടെ നിന്ന് സെലക്ട് ആവും. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ആൾ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കണ്ടോ ഡിലീറ്റ് ആൾ ഡേറ്റ. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ സേവ് ആയിട്ടുള്ള എല്ലാ ടെമ്പററി ഫയൽസും ഇവിടുന്ന് ഡിലീറ്റ് ആകുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ പഴയ ഫോൺ ആണെങ്കിൽ അതിന്റെ മെമ്മറി ഫുള്ള് ക്ലിയർ ആയി ഭയങ്കര ഫാസ്റ്റ് ആകുന്നതായിരിക്കും. ഫോൺ ഹീറ്റ് ആകില്ല. അതേപോലെ തന്നെ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നിങ്ങളുടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫോൺ മെമ്മറി ഫുൾ എന്നുള്ള മെസ്സേജ് പിന്നെ ഒരിക്കലും വരുത്തതുമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുക എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.